മാനം മര്യാദയ്ക്ക് 4 ലക്ഷം പഠിച്ച് രക്ഷപ്പെടേണ്ട പിള്ളേരെ നശിപ്പിക്കാനായിട്ട് എല്ലാ നാട്ടിലുണ്ടാവും കുറെ വേലയും കൂലില്ല തലവരാതികൾ. ഈ സ്റ്റോറി സ്റ്റാർട്ട്സ് ഫ്രം ഒരു 20 വർഷത്തെ പഴക്കമുണ്ട് ഈ സ്റ്റോറിക്ക്. അറ്റ് ദ ഏജ് ഓഫ് 10 ക്രിക്കറ്റ് ആയിരുന്നു ക്യൂരിയോസിറ്റി. ഇപ്പോൾ അറ്റ് ദ ഏജ് ഓഫ് 30 ഇപ്പോഴും സെയിം ക്രിക്കറ്റാണ് ക്യൂരിയോസിറ്റി. ആൻഡ് ഈ ഫ്രെയിമിനൊരു പ്രത്യേകതയുണ്ട്. ഫ്രണ്ടിലുള്ളത് മോനും ബാക്കിലുള്ളത് അച്ഛനുമാണ്. ആൻഡ് അന്നും ഇന്നും മാറാത്ത ഒരു കാര്യമുള്ളൂ, ആ 20 വർഷം മുന്നേ കളിച്ച ആ സെയിം ടീമാണിത്. ഞങ്ങൾക്ക് എത്ര തന്നെ ഫാമിലി ടെൻഷൻ ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിലും ഈ ക്രിക്കറ്റ് കളിക്കുന്ന ഈ 1 അവർ ഞങ്ങൾക്ക് തോന്നും ഓർമ്മയുണ്ടാവില്ല. ബട്ട് അന്നും ഇന്നും ഞങ്ങളുടെ കയ്യിൽ ടോസ് ഇടാനായിട്ട് ഒരു കോയിൻ പോലും ഉണ്ടാവില്ല. അപ്പോൾ ഈ അടവും കൊണ്ടായിരിക്കും സീനിയർ പ്രൈസ് വരിക. ആൻഡ് ഞങ്ങളുടെ കളിയിൽ ഒരു പ്രത്യേകതയുണ്ട്, ഇൻ്റർനാഷണൽ ലെവലിൽ പോലും ഇല്ലാത്ത പ്രത്യേകത. എന്താണെന്ന് വെച്ചാൽ ബൗണ്ടറി ഏതാണെന്നും അതുപോലെ റൺസ് എത്രയാണെന്നും കറക്റ്റായിട്ടുള്ള കണക്ക് ഞങ്ങളുടെ കയ്യിൽ. ഞങ്ങളിപ്പോൾ ഈ സമയത്ത് നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ നമ്മളൊരാളെ മിസ് ചെയ്യില്ലേ? അതായത് ഞങ്ങളുടെ ടീമിലും ഒരു പ്ലെയർ ഉണ്ടായിരുന്നു ലൈക്ക് ഹാർദിക് പാണ്ഡ്യ. പക്ഷേ ഇപ്പോൾ അവൻ ഞങ്ങളുടെ ടീമല്ലാതെ വേറെ ടീമിൽ പോയി ജോയിൻ ചെയ്തു. പക്ഷേ ആ ടീമിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്കിപ്പോഴും ഗൂസ് ബംസാണ്. ഞങ്ങളുടെ സ്വന്തം ബിനു, ഹാർഡ് ഹിറ്റർ എവർ സീ.